നമസ്കാരം. അച്ചായൻ കുക്കിംഗ് ചാൻസിന്റെ സിനിമയാണ് ഇന്ന് കപ്പ ചക്ക കാന്താരി ബാംഗ്ലൂർ. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലൗഡ് ഫുഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ നൈറ്റായിട്ട് കഴിക്കാനായിട്ട് ഒരു കഞ്ഞി ചുമ്മാ ചോദിച്ചപ്പോൾ വയറ് കഞ്ഞി രാത്രി നല്ല നല്ല രസകരമായ വയറ് ലൈറ്റായിട്ട് കഴിക്കണം തോന്നുന്നത് ഒരു വയറ് കഞ്ഞി കഴിക്കാനാണ്. നല്ല ചൂടാണ്. ഇതിനകത്ത് ബേസിക്കലി പയറിനകത്തിട്ട് നല്ല കപ്പയുണ്ട്. ചമ്മന്തിയാണോ? എന്ത് ചമ്മന്തിയാണോ? കപ്പ അതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂർ തമ്പത്തിൽ തൊണ്ടയൊക്കെ ക്ലിയറാണ്. പപ്പടം, അച്ചാർ, എന്തച്ചാറാണ്? കപ്പ അത് കൊള്ളാലോ. കപ്പ, മീൻകറി, എന്തൊക്കെയാണ്. കപ്പ ചക്ക കാന്താരിയിൽ ഞാൻ വളരെ വിവിധമായ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കപ്പ ചക്ക കാന്താരിയിൽ കഞ്ഞിയാണ് എൻ്റെ ഭക്ഷണം. അടിപൊളി. ഇതൊരു അബ്സല്യൂട്ട് കാന്താരിയാണ്. എനിക്ക് ആരെയും കിട്ടിയ വെൽക്കം ഡ്രിങ്ക്. എന്താണ് അബ്സല്യൂട്ട് കാന്താരി? പിന്നെ കുറച്ച് ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഓർഡർ ചെയ്തു. ഇത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളതാണ്. ബീഫ് ഞാൻ കണ്ടു, നെത്തോലി ഫ്രൈ കണ്ടു, സോസ് ഉണ്ട്. ചോദിച്ചു എന്തൊക്കെയാണ് അല്ലേ? കൊള്ളാലോ. ഞാനിവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. കപ്പ കാന്താരിയിൽ ആദ്യം ബീഫ് കിട്ടി. ബീഫ് 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 അത് കഴിഞ്ഞൊരു കട്ട്ലേറ്റ് ഇവിടെ വെച്ചേ ഉള്ളൂ. ചിക്കൻ കട്ട്ലേറ്റ് ഇത് തീർന്നു. അപ്പുറത്തൊരു ചിക്കൻ. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല ഇവിടെ കൊടുവാന്നാണ് ഇവരുടെ പറഞ്ഞത്. കൊടുവാന്ന് പറയും, അല്ലെങ്കിൽ നെത്തോലി. ബീഫ് ടേസ്റ്റ് ചെയ്യാൻ നല്ല വരണ്ട മൊത്തം തേങ്ങ കൊത്തൊക്കെ ഇട്ട് ബീഫ്, നടുക്കൊരു സോസ്. പക്ഷെ എനിക്ക് രസകരമായിട്ട് തോന്നി കിട്ടിയത് എനിക്ക് കാന്താരി. എന്തായിരുന്നു കാന്താരി? എന്തായിരുന്നു കാന്താരി? എന്താണ് കാന്താരി? അബ്സല്യൂട്ട് കാന്താരി. ഞാനത് കണ്ടിട്ട് ഇങ്ങനെ പുളകം തള്ളിയിരിക്കുകയാണ്. കഴിക്കണോ വേണ്ടയോ, കുടിക്കണോ വേണ്ടയോ എന്നുള്ള ധർമ്മസംഘത്തിൽ ഞാനൊന്ന് കുടിക്കട്ടെ. കാന്താരി ഞാൻ കുടിച്ചു കേട്ടോ. വെടിക്കെട്ട് സാധനം കാന്താരി വെച്ച്. എനിക്ക് ഇതൊരു നല്ല എരിയും ഇതൊക്കെ പറയുക. ശരിക്കും കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ട ഒരു സ്വന്തമായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. തൊണ്ടേ സാധനം കൊള്ളാം കേട്ടോ. കാന്താരി എനിക്ക് 2 പ്രാവശ്യം കുടിച്ചാൽ നമ്മുടെ കൊളസ്ട്രോളൊക്കെ താഴേക്ക് പോകുന്നതാണ് കൊള്ളാം. ഷെഫ് റെജി മാത്യുടെ കാന്താരി അടിപൊളി. അതുപോലെ തന്നെ ഇവിടെ കണ്ട മത്സരങ്ങളുണ്ട്. എൻ്റെ കൈകൾ എൻ്റെ കൂടെ വന്നവർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ആ കൊടുവൊക്കെ വഴിച്ച് തിന്നുകയാണ്. കപ്പ ചക്ക കാന്താരി ബാംഗ്ലൂരിൽ നിന്ന്. എന്താ വിശേഷം? എനിക്ക് കഴിക്കാൻ കിട്ടും. ടേസ്റ്റ് അടിപൊളി അല്ലേ? കൊള്ളാം അല്ലേ? കൊള്ളാമോ? കുറച്ച് പറയാ. കൊള്ളാം 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 അല്ലേ? ഓക്കെ. ചായൻ്റെ ഒരുപാട് വിശേഷം ഷെഫ് റെജി മാത്യു ഉള്ളത് മലയാളിയാണ്. ഇന്ത്യയിലെ നമ്പർ 2 ഷെഫ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യൂറേറ്റഡ് ഡിസൈനാണ് ഇവിടെയുള്ളത്. കേരളത്തിൻ്റെ അദ്ദേഹത്തെ ഷെഫുകളൊക്കെ കണ്ടുപിടിച്ച ഒരു എപ്പിസോഡ് കാണാൻ.